അൻഷിതയെ വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടിരിക്കുകയാണ് വിജയ് സേതുപതി. അൻഷിതയ്ക്ക് ഒന്നും തന്നെ പറയാൻ ഇന്ന് പറ്റിയില്ല. പറഞ്ഞു കഴിഞ്ഞാലും അൻഷിത ഇന്നലെ കാണിച്ചിട്ടുള്ള ആ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന കുറെ ഇൻസിഡൻസ് ആണ് അൻഷിതയ്ക്ക് ഇങ്ങനെ പറ്റിയത്. ഞാൻ പറഞ്ഞു അൻഷിത സൂപ്പറായിട്ട് അതിനകത്ത് കളിച്ചു, പക്ഷേ മോക്കിംഗ് പ്രവോക്കിംഗ് ഈ രണ്ട് സാധനം ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ല കയ്യടി ഇന്ന് കിട്ടിയേനെ. ഈ രണ്ട് സാധനം ഒരു 10 ഡയലോഗ് ഏറെ കൂടിപ്പോയാൽ പറഞ്ഞാണ്. ഈ 10 ഡയലോഗ് പറഞ്ഞതാണ് നമ്മളെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്. അത് ഒരു തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ നല്ലതുപോലെ വീക്കെൻഡിൽ തിരിച്ചടിക്കുന്ന ഒരു സാധനമാണ്. അൻഷിതയ്ക്ക് നല്ല തിരിച്ചടി കിട്ടി. വിജയ് സേതുപതി കൊന്നു വെച്ചിട്ടുണ്ട്. ഒന്നുമേ അൻഷിതയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല, ലോക്ക്ഡ് ആയിപ്പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടീം കളി, റയാന്റെയും ജാക്കലിന്റെയും നമ്മുടെ രഞ്ജിത്തിന്റെയും മുത്തുവിന്റെയും മഞ്ജരിയുടെയും ദീപകിന്റെയും ടീം കളിയെ കുറിച്ച് ചോദിച്ചു. പക്ഷെ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ടീമായിട്ട് കളിച്ചേനൊന്നും, ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതേസമയം മഞ്ജരിക്കും മുത്തുവിനും ജഫ്രിക്കും പവിത്രയ്ക്കും അതോടൊപ്പം നമ്മുടെ അൻഷിതയ്ക്കും എല്ലാവർക്കും ഗെയിം കളിച്ച എല്ലാവർക്കും കയ്യടിയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ജഫ്രി, അയ്യോ ഒന്നും പറയാനില്ലേ ജഫ്രി, നിന്റെ അടുത്തൊന്നും എനിക്ക് പറയാനില്ല, നിന്നെ ഇവിടെ ഉള്ളവർ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ജഫ്രിയുടെ കുറച്ച് സാധനങ്ങൾ ഇന്ന് വെളിയിൽ വരുന്നുണ്ട്. സ്ട്രാറ്റജിക്കലായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾ ജഫ്രിയാണ് എന്നുള്ള സാധനം പുറത്തു വരുന്നുണ്ട്. പിന്നെ അരുണിന്റെയും വിശാലിന്റെയും മഹാമനസ്കത ഗ്രൂപ്പ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കളി, അപ്പുറത്തെ ടീമിന് വേണ്ടി കളിച്ചതും വിജയ് സേതുപതി ക്വസ്റ്റ്യൻ ചെയ്തു. സൗന്ദര്യമാണല്ലോ പെട്ടുപോയത്, എല്ലാ ആഴ്ചയും ബ്രോക്കിംഗ് ആയി നിൽക്കുന്ന സൗന്ദര്യക്ക് ഇത്തവണ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജാക്കലിൻ കുറെ ഇടത്തിൽ ഈ വീക്കിൽ ക്രൂശിക്കപ്പെട്ടു. ആ സാധനങ്ങളും കേട്ടു. ഇന്നലെ നടന്നിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻസി റദ്ദാക്കിയതും നോമിനേഷൻ ഫ്രീ പാസ് റദ്ദാക്കിയ കേസുകളൊന്നും തന്നെ ബിഗ് ബോസ് നമ്മുടെ സേതുപതി ചോദിച്ചിട്ടില്ല. അതൊക്കെ നാളത്തെ കോണ്ടന്റ് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 76 ഡിസംബർ 21 വീക്കെൻഡിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എവിക്ഷൻ്റെ കാര്യമാണ്. രഞ്ജിത്ത് മാത്രമാണ് എവിക്റ്റഡ്, വേറെ ആരും എവിക്റ്റഡ് ഒന്നും അല്ല. അൻഷിതയൊക്കെ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മലയാളി ഫാമിലി വീക്ക് ഒക്കെ കാണാൻ പറ്റും നെക്സ്റ്റ് വീക്ക്. രഞ്ജിത്ത് മാത്രമാണ് എവിക്റ്റഡ്. നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റത്തുള്ളൂ. ഫ്രൈഡേയിലെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുകയാണ്. സൗന്ദര്യ, ജാക്കലിൻ, പിന്നെ റയാൻ, ഇവർ 3 പേരുടെ ഉച്ചയ്ക്ക് ഇരിക്കുന്നു. ഓരോന്നൊക്കെ സംസാരിച്ച് കഴിച്ച് ചിരിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടെ കൂടി ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പുറത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു ടച്ചിൽ വരുന്നു. അപ്പോൾ സൗന്ദര്യ പറയാണ്, പുറത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നീ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ എനിക്ക് സെറ്റ് ആവുമല്ലോ ജാക്കലിൻ എന്നിങ്ങനെ ഒരു എന്താ പറയുക, നോർമലായിട്ട് നമ്മളിത് സംസാരിക്കും പോലെ ആര് പറയുന്നു, സൗന്ദര്യ പറയുന്നു. അപ്പോഴത്തേക്കും ജാക്കലിൻ, നീ അല്ലെങ്കിലും പുറത്തുള്ള ഫ്രണ്ട്സ്, അകത്തുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ തന്നെ പല ലെവലിലുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ് നീ വെച്ചിരിക്കുന്നത്. പുറത്തെ സ്വഭാവം, അകത്തെ സ്വഭാവം, പല കാറ്റഗറി ആയിട്ടാണ് നീ വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ലടി, കുഴപ്പമില്ല, നീ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് ജാക്കലിൻ പറഞ്ഞു. സൗന്ദര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് ഊറ്റി പിഴിഞ്ഞ് എല്ലാം എടുത്തിട്ട് കുതുകാലി വെട്ടി എനിക്ക് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനും മാത്രം ജാക്കലിനോട് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യനെ അടിച്ചു തൂത്ത് ജാക്കലിൽ ആദ്യം വെളിയിൽ കളയാനുള്ളത്. കുറച്ച് കഴിയുന്നു മുത്ത് സ്വന്തമായിട്ടെന്ന് പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് സംസാരിക്കുന്നത് ബിഗ് ബോസ്, ഇന്നലെ ഞാൻ ചെയ്ത തെറ്റായിപ്പോയി ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നു. വിശാൽ, അൻഷിത, രാത്രിയാവുന്നു. എനിക്ക് കാലി പൊട്ടിയ ഒരു സാധനമാണ്. കാരണം വിശാൽ തർഷികയെ വെച്ച് ഒരു 10, 35, 40 ദിവസം കളിച്ച് 35, 40 ദിവസം തർഷികയെ വെച്ച് പ്ലേ ചെയ്ത് ഇവിടെ വരെ എത്തി. അവസാനം അവൾ ഔട്ടായപ്പോൾ വിശാൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാം നല്ല ആക്റ്റീവായിരുന്നു. ഈ ആഴ്ച എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആക്റ്റീവായിരുന്നു. വീണ്ടും അടുത്ത് ഞാൻ നടനല്ലേ, എനിക്ക് വീണ്ടും പ്രേമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൻഷിതര മണ്ടയിലോട്ട് ചാടിക്കയറിയിട്ടുണ്ട്. ആ കൊച്ചിന്റെ വേനയായിരിക്കും ഇനി. അൻഷിതര മണ്ടയിലോട്ട് വിശാൽ ചാടിയിട്ടുണ്ടെങ്കിൽ അൻഷിത ഫ്രണ്ട്ഷിപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ സാധനം. അത് അൻഷിതരൊക്കെ ഒരു വളയൊക്കെ കൊടുക്കുന്നുണ്ട്, കയ്യിലിട്ടിരിക്കുന്ന വളയൊക്കെ അൻഷിതയ്ക്ക് കൊടുത്തിട്ട് എന്താ നീ നാളെ ഇനിയിപ്പോൾ ഔട്ടായി പോയാലോ അല്ലെങ്കിൽ ഞാൻ പോയാലോ, അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. വിശാലിന്റെ ഉദ്ദേശം ശരിയല്ല. കാരണം വേറെ അല്ല, വൃത്തികെട്ട ഉദ്ദേശം എന്നല്ല, വിശാല് ലവ് ട്രാക്കാണ് വിശാലിന്റെ ഒരു പരിപാടി. ഞാൻ നായകനാണല്ലോ എന്നുള്ളത്. കാരണം ഓൾറെഡി തർഷികടുത്ത് ചെയ്ത പരിപാടി എനിക്ക് അൻഷിതരത്ത് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടുമേ പിടിച്ചില്ല. കാരണം ഒരു പെങ്കൊച്ച് നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചിനെ തകർത്തത് ഈ പറയുന്ന വിശാലാണ്. അടുത്ത അൻഷിത ഈ ആഴ്ച കുറെ നെഗറ്റീവ് വിജയ് സേതുപതിയുടെ വായിന്ന് കുറെ കേട്ടെങ്കിൽ അൻഷിത ചെയ്തില്ലേ, കളിച്ചില്ലേ, കളിച്ച്. അപ്പം ഇനി ഈ പെങ്കൊച്ചിനെ കൂടെ അടിച്ച് വീഴ്ത്തണം, ഇതാണ് ഇവന്റെ പദ്ധതി. അതൊത്ത് ഈ വിജയ് സേതുപതി പൊളിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. വിജയ് സേതുപതി ഡയറക്റ്റ് തന്നെ സ്ക്രീനിൽ വരുന്നു. വിശാലും ജഫ്രിയൊക്കെ പാട്ട് പാടുകയാണ് ഈ ആഴ്ചത്തെ ബേസ് ചെയ്തിട്ട്. വിജയ് സേതുപതി പറയാണ്,
ജെഫ്രി ഞാൻ എത്ര നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കാര്യം കേൾക്കൂല, നീ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാണ്. ഇപ്പൊ ഈ പാട്ടൊക്കെ പാടിയത് ഡിസ്ക്ലൈമർ പോലെയല്ലേ ഈ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെ, മനസ്സിലായി? നല്ലതുപോലെ ചെയ്തു കേട്ടോ, എല്ലാവരും നല്ലതുപോലെ ചെയ്തു. റാണവേ കൈക്ക് എങ്ങനെയുണ്ട്? റാണോ പറയണ പെയിൻ ഉണ്ട്, 2 വീക്സ് റെസ്റ്റ് എടുക്കണം, ഇനി ജോയിന്റിൽ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. വിജയ് സേതുപതി ഓഡിയൻസിന് സംശയമാണ് നീ കിടന്നുറങ്ങുമ്പം ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ്? അയ്യോ അങ്ങനെയൊന്നും അല്ല, ഡോക്ടർ പറഞ്ഞതാണ്. അതെ അതെ, ഓഡിയൻസിന് സംശയമാണ് കേട്ടോ, അതാണ് ഞാൻ ചോദിച്ചത് എന്ന് വിജയ് സേതുപതി പറയുന്നു. പിന്നെ നിനക്ക് കളിക്കാൻ പറ്റിയില്ലേ, നിന്റെ കമന്ററി ഒക്കെ നീ പൊളിച്ചില്ലേ? അപ്പൊ റാണവ് സാർ ഞാൻ സെക്കൻഡ് ഡേ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്ടിസിപ്പേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് കരുതി അത് ചെയ്തു. അപ്പം അരുൺ പറയണ സാർ ഞാനും ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. മഞ്ജരി എനിക്കും കുഴപ്പമില്ല. മഞ്ജരി എഴുന്നേക്കുമ്പോൾ ഭയങ്കര മാസീവ് കയ്യടി. പിന്നെ അഭിനയം എന്നിവിടെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അൻഷിത പറയാണ് ഞാനും ഓക്കെയാണ് സാർ. അപ്പോഴത്തേക്കും വിജയ് സേതുപതി മലയാളത്തിൽ ചോദിക്കുന്നു സുഖമാണോ? അങ്ങനെയല്ലേ ചോദിക്കുന്നത്, സുഖമാണോ? അപ്പൊ അൻഷിത സുഖം സാർ, സുഖം സുഖം മലയാളത്തില്. അപ്പൊ പവിത്ര സാർ സൂപ്പർ ആയിരുന്നു. വിജയ് സേതുപതി പറയണ പവിത്ര മാറിയല്ലോ, ഒരു ഫയർ മോഡായി, പക്ഷെ ഇതൊന്നും പോരാ, ഇനിയും ഫയർ ആവണം എന്ന് പറയണം. സത്യം പറഞ്ഞ പവിത്ര നല്ല രീതിക്ക് ഫയർ ആയി ഈ ആഴ്ച, മാക്സിമം ആ ടീമിന് വേണ്ടി കളിച്ചു. ഇനിയുള്ള വീക്കും പവിത്ര അങ്ങനെ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ട സാധനമായിരുന്നു. അപ്പോഴത്തെ ദീപക് സാർ ഫൈൻ സാർ ഫൈൻ, ഞാനും ഓക്കെയാണ്. വിജയ് സേതുപതി പറയാണ് നിങ്ങൾ കാല് വയ്യാഞ്ഞിട്ടും അത് വെച്ചിട്ടുള്ള കളി, പിന്നെ ജെഫ്രിയുടെ ഇടിപ്പിക്കാറ് ഇരുന്നേക്ക് അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പൊ രഞ്ജിത്ത് എഴുന്നേക്കുന്നു, ഇങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞു സാർ സൂപ്പർ ആയിരുന്നു സാർ, വേറെ ഒന്നും പറയാനില്ല സാർ, ഇരിക്കും സാർ എന്ന് പറയുന്നു. അടുത്ത് വിജയ് സേതുപതി ജെഫ്രി നീ കളിച്ചു കേട്ടാ, നന്നായിരുന്നു, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്ത് ജാക്കിലിന് എഴുന്നേക്കുന്നു. എന്റെ പൊന്നെ ഭയങ്കര കയ്യടിയും കൂവലും ബഹളവും ഒക്കെയാണ്. വിജയ് സേതുപതി പറയാണ് ജാക്കിലിന് റെഡ് കാർപ്പറ്റ് തരുന്നത് മോശം കാര്യമല്ല, കഴിഞ്ഞ സീസണിലോ മുന്നാടിയുള്ള സീസൺസിലൊക്കെ അപ്പടി തന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്താ മോശമായിട്ടുള്ളൊരു കാര്യമല്ല അത്. പിന്നെ മുത്തു സൂപ്പർ ആയിരുന്നു, സ്പോർട്ടീവായിട്ട് എടുത്തു, അടിപൊളി എന്നല്ല. ആദ്യത്തെ ബ്രേക്കിന് മുന്നേ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. തീരുന്നു, അപ്രീസിയേഷൻ തീരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് പ്രാണവിനെ സംശയിച്ചത് ആരൊക്കെയാണ് വയ്യാതായപ്പോൾ? സൗന്ദര്യം എഴുന്നേക്കുന്നു, ജെഫ്രി എഴുന്നേക്കുന്നു, വിശാൽ ഇങ്ങനെ എഴുന്നേക്കണോ വേണ്ടേ, ഇങ്ങനെ എന്ത് പറ്റി വിശാൽ, എഴുന്നേക്കണോ വേണ്ടേ പറ. വിശാൽ ഒരുവിധം എഴുന്നേക്കുന്നു, മുത്തു എഴുന്നേക്കുന്നു, അൻഷിത എഴുന്നേക്കുന്നു. വിശാൽ എന്ത് പറ്റി, എഴുന്നേക്കത്ത് എന്താ? അത് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലേ എന്നൊക്കെയുള്ള. വിശാൽ ഒരു ഫ്രോഡ് ക്യാപ്റ്റനാണ്, വിശാലിനെ ഫ്രോഡ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരിക്കുകയാണ് വിജയ് സേതുപതി, ഫ്രോഡ് ക്യാപ്റ്റനാണ് വിശാൽ. ഇങ്ങനെ അങ്ങ് ഞെട്ടുന്നു. അപ്പോൾ വിശാൽ പറയണം സാർ ഇവനെ ആദ്യം അങ്ങനെ പോയിട്ട് ഡോക്ടറിനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇവന് ഓൾ റൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഞാൻ വീക്കെൻഡിലേ എനിക്കിത് സത്യം അറിയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പോൾ സൗന്ദര്യ സാർ ഇവൻ പലതും ഈ വീട്ടിനകത്ത് ചെയ്തത് വെച്ച് ഇത് കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഗെയിം ആണെന്ന് ആക്ട് ആണെന്നാണ് ഞാൻ കരുതിയത്. വിജയ് സേതുപതി ടഫായിട്ടൊരു ഗെയിം കളിക്കുന്ന ഇടയിൽ കൂടെയാണ് നിങ്ങളുടെ ആക്ട്. അപ്പൊ ജെഫ്രി സാർ എന്റെ സംശയം അതല്ല, ഇവൻ വലത് ഭാഗം ഇടിച്ചാണ് വീണത്, പക്ഷെ ഇവൻ ഇടത് ഭാഗം വേദനിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഡൗട്ട് വന്നത്. അപ്പൊ വിജയ് സേതുപതി സ്പോർട്സ്മാൻ ആയിട്ട് നിങ്ങൾക്കതൊന്നും അറിഞ്ഞൂടെ ജെഫ്രി, നിങ്ങൾക്കത് വന്നിട്ടില്ല, ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നീ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ നടന്നതാ. അപ്പൊ ജെഫ്രി പറഞ്ഞത് അവൻ പെയിൻ കില്ലർ തേച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞല്ലോ, അപ്പൊ നമ്മളെന്താ കള്ളത്തരം കാണിക്കുന്നവരാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വീണ്ടും നിങ്ങൾ സംശയിച്ച തെറ്റല്ലേ? അടുത്ത് അൻഷിതയടുത്ത് ചോദിക്കുന്നു. അൻഷിത പറഞ്ഞ റാണോ കൂടെ പലതവണ പ്രാങ്ക് കാണിച്ചുകൊണ്ട് അത് പ്രാങ്ക് ആണെന്ന് കരുതി, അപ്പം അൻഷിത പ്രൊമോയിൽ വരാനാണെന്ന് പറഞ്ഞു. സാർ ഞാൻ പറഞ്ഞു സാർ. അപ്പം വിജയ് സേതുപതി എവിടെ പോയി? അൻഷിതയുടെ ഉള്ളിൽ ആ ഒരു ഏഞ്ചലായിട്ട് കളിച്ചപ്പോൾ എത്ര നല്ലവളായിരുന്നു, സാപ്പാട് വിഷയത്തിൽ അപ്പടി ഒന്നുമേ ചെയ്യാതെ എന്ന് പറഞ്ഞ അൻഷിത എവിടെ? എന്തുകൊണ്ട് അൻഷിത ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞു? അൻഷിതയുടെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അപ്പൊ അൻഷിത സാർ ഞാൻ സോറി പറഞ്ഞു സാർ, ഞാൻ എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ മുത്തു സാർ ലിഗമെന്റ് ടയർ വന്നപ്പോൾ എനിക്ക് സമാധാനമായത് സാർ, കാരണം ആ ചെറുക്കനെ വയ്യാതായോ വീണു, അവന് ലിഗമെന്റ് ടയർ വന്നില്ലായിരുന്നെങ്കിൽ ഈ വീട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞാൽ ഇവൻ അഭിനയം കാണിച്ചതാണെന്ന്. വിജയ് സേതുപതി അല്ല അരുൺ ചോദിച്ചിട്ടില്ലെങ്കിൽ, അരുൺ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ, എന്താ സംഭവം, എന്താ അരുണെ പ്രശ്നം? ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ സൗന്ദര്യൊക്കെ ആയിട്ട്, അവനെ അടി കൊണ്ടില്ലായിരുന്നുവെങ്കിൽ അവനോട് കാണിച്ചത് ആക്ട് ആയിരുന്നെങ്കിൽ. അപ്പൊ അരുൺ പറഞ്ഞത് അതൊരു 50% ചാൻസ് ആയിരുന്നു സൗന്ദര്യ പറഞ്ഞത്. അപ്പൊ വിജയ് സേതുപതി എന്താണോ നിങ്ങളുടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ റാണവ് സാർ ഞാനിവിടെ എക്സ്ട്രാ വിഷയം കുറച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് എന്നെ ഇവിടെ ആർക്കും കണ്ടുകൂടാ. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു പ്രാങ്ക് ചെയ്തു, അതിൻ്റെത് വെച്ചിട്ടായിരിക്കും അവർ കാണുന്നത്. വിജയ് സേതുപതി നിങ്ങൾ ചെയ്തതിന്റെ ബാക്കി തന്നെയാണ് റാണവേ ഈ കിട്ടുന്നേക്കെ, ഇവർ ഓരോന്ന് വിചാരിക്കുന്നേക്കെ. അപ്പൊ മഞ്ജരി പറഞ്ഞു സാർ ഇവന്റെ ലിഗമെന്റ് ടയർ ആയിരുന്നില്ല എങ്കിൽ ഇവൻ അഥവാ വേദന ഉണ്ടെങ്കിൽ പോലും ഇവർ പറഞ്ഞാൽ അഭിനയിക്കുന്നതാണെന്ന് വീട്ടുകാർ പറയും. വിജയ് സേതുപതി അതെ,
പിന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും ഇനിയെങ്കിലും ദയവ് കരുതി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിശാൽ പറഞ്ഞത് ഇപ്പം വിശാൽ എന്തോ പറഞ്ഞല്ലോ, ജെഫ്രി എന്താ പറഞ്ഞ വിശാൽ പറഞ്ഞത്, അതായത് റാണവിന്റെ അടുത്ത് വിശാൽ പറഞ്ഞ സംഭവം, റാണവേ ഇപ്പൊ നിനക്കായതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പൊ നീ കാരണം ജെഫ്രിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ വില്ലനായേനെ, അങ്ങനെയാണ് സാർ ഞാൻ പറഞ്ഞത്. വിശാൽ പറയാണ് സാർ റാണോ പലതവണത്തെ ആർട്ടിഫിഷ്യൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മഞ്ചരി സാർ ജെഫ്രി ഇവിടുത്തെ ഒരു ചെല്ലപ്പുള്ളയായിട്ടാണ് എല്ലാവരും കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ മഞ്ചരിക്ക് ഭയങ്കര കയ്യടി. ശരിയാണ്, ആ സാധനം ശരിയാണ്. അപ്പോൾ വിജയ് സേതുപതി അതെ, ജെഫ്രി നിന്റെ ക്യാപ്റ്റൻസി സമയത്ത് നിനക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയത്, നിന്റെ കൂടെ നിൽക്കുന്നവർ എന്താണെന്നുള്ള കാര്യം ഞാൻ നിനക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നതാണ്. അവർ ഇതാണ് നിന്നെ കരുതി വെച്ചിരിക്കുന്നത്, ഒരു ചിന്ന പയ്യൻ അല്ലെങ്കിൽ ഒരു ചിന്ന കുളന്ത, ഒരു ചെല്ലപ്പുള്ള, ഇവിടെ വീട്ടിലെ അയ്യോ പാവ എന്നുള്ള ഒരു കടശിക്കുട്ടി എന്നുള്ള ലെവലിലാണ് നിന്നെ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആര് പറഞ്ഞാണ്? ഈ വിജയ് സേതുപതി പറയണം. ഈ ജെഫ്രിക്ക് ഇതിനേക്കാൾ വലിയ ഹിന്റ് ഒന്നും ഇവിടെ കിട്ടാനേ ഇല്ല. ജെഫ്രി എല്ലാവരെയും നേർക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പം നീ അരുൺ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തു, അതൊക്കെ സൂപ്പർ ആയിരുന്നു, കൊള്ളാം. അപ്പം ഇത് ഇവിടെ ഡിസ്കഷൻ വെക്കാനുള്ള ഒരു കാര്യമേ അല്ല. ഒരാൾക്ക് വയ്യാതാവും എന്നിട്ട് പിന്നെ പറയാൻ നിവർത്തികേടാണ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത് പോവാണ് വിജയ് സേതുപതി. റയാനും ജാക്കിലോണ്ട് റയാൻ പറയാണ്, ഞാൻ സൗന്ദര്യ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കിലൻ ഈ ജെഫ്രിയെ കുച്ചിൻ്റെ പയ്യനായിട്ട് കാണലെന്ന്, ഇവളാണ് ഇവനെ അയ്യോ അവൻ പാവം, അയ്യോ അവനെ അറിഞ്ഞുകൂടാത്തത് എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നു. അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് റയാനെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയല്ലേ, കൺഗ്രാറ്റ്സ്, ലാസ്റ്റ് നോമിനേഷൻ ഫ്രീ പാസ് ആണിത്. ടീമായിട്ടെന്ന് കളിച്ചാരൊക്കെ എഴുന്നേറ്റ് ഗെയിം ഡേർട്ടി ആണെന്ന് ആർക്കൊക്കെ തോന്നി, എന്താണ് തോന്നാനുള്ള കാര്യം, ഡേർട്ടി എന്താണ്? മഞ്ചരി പറയാണ് സാർ പേഴ്സണലായിട്ട് ട്രിഗർ ആയത് എനിക്ക് ഡേർട്ടി ആയിട്ട് തോന്നി. ഫസ്റ്റ് ഡേ അറ്റാക്ക് ചെയ്തിരുന്നു ആരൊക്കെ? ഈ റെഡ് ടീമും പിങ്ക് ടീമും കൂടെ ചേർന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തിരുന്നു. റെഡ് ടീമിലെ അരുൺ, വിശാല്, സൗന്ദര്യ ഇവരും പിന്നെ അൻഷിത, പവിത്ര, ജെഫ്രി ഇവർ രണ്ടുപേരുടെ ഒന്നായിട്ട് നമ്മുടെ ബ്ലൂ ടീമിനെ, എന്നെയും ഈ പറയുന്ന റാണവിനെ അല്ലെങ്കിൽ പിന്നീട് ഞാനും മുത്തുവും ദീപക്കും കൂടെ ഒരുമിച്ചായ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം നമ്മളിത് തിരിച്ച് കാണിച്ചപ്പോൾ, ആദ്യത്തെ ദിവസം അല്ല രണ്ടാമത്തെ ദിവസം ഇവരിങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. മൂന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ചെയ്തപ്പോൾ ഇത് പേഴ്സണൽ അറ്റാക്ക്. ഇത് എവിടുത്തെ ന്യായമാണ്? പിന്നെ ജാക്കിലിൻ നടി, ജാക്കിലിന് ബിഗ് ബോസ് സീസൺ 8 ഏറ്റവും വലിയ നടികൈ, ഞാൻ വലിയ നടി. പിന്നെ എനിക്ക് ആ പ്രൊവോക്കിംഗ് ഒക്കെ ഭയങ്കര ഡേർട്ടി ആയിട്ട് തോന്നി. അൻഷിതയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അൻഷിത പറയാണ് സാർ മുൻപ് കുറേ തവണ എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് ഭയങ്കരമായിട്ട് ഓരോരോ കാര്യങ്ങൾ വന്ന് ഗ്രൂപ്പായിട്ട് വന്ന് കളിച്ചു. മുൻപ് കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തു. പിന്നെ ഞാൻ പല കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കാര്യം ഞാൻ പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് ആ ടീം പോലെയാണ് സാർ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നടികൈ എന്ന് വിളിച്ചത്. പിന്നെ ഇവരുടെ കൈവേദനയുടെ കേസ് പറഞ്ഞപ്പം വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ ലൂസാക്കിയപ്പോഴേ ഈ ബൊമ്മയെ പിടിച്ചുകൊണ്ടാണ് മഞ്ചരി ഇരുന്നത്. കൈ മാറ്റാതെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മഞ്ചരി പറയണം സാർ ഞാൻ പവിത്രയുടെ കയ്യിലുള്ളിലാണ് എൻ്റെ കൈ വെച്ചിരുന്നത്, അതിനകത്ത് 2 കൈ കൂടെ ചേർത്താണ് അൻഷിത ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ വേദനിച്ചോ കൈവിട് എന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ജസ്റ്റ് വിടുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ പിന്നെ വിട്ടുകൊടുക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഞാൻ ആ മുയലെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അൻഷിത എനിക്കറിയില്ല സാർ. അപ്പോൾ വിജയ് സേതുപതി ദെൻ എന്തുകൊണ്ട് നിങ്ങളത് ആക്ടിങ് എന്ന് പറഞ്ഞു? അറിയാത്ത കാര്യം നിങ്ങൾ എന്തിനാ ആക്ടിങ് എന്ന് പറഞ്ഞു? അപ്പം തന്നെ അൻഷിതയുടെ ഒരു ഫേസ് കാണാം. അൻഷിത ഒരുമാതിരി അങ്ങ് കാണാം. അൻഷിതയ്ക്ക് ഒന്നും പറയാനില്ല. കാരണം അൻഷിതയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളത്. അപ്പോൾ അൻഷിതയ്ക്ക് ഒന്നും പറയാനില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള സാധനം അൻഷിത സൂപ്പറായിട്ട് അൻഷിത അവിടെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് അൻഷിത മിണ്ടാതെ ഇന്ന് വിജയ് സേതുപതി പറഞ്ഞു, ഓക്കെ ഒരു ഹോസ്റ്റ് പറഞ്ഞു, നമ്മൾ കേട്ടു, അക്സെപ്റ്റ് ചെയ്തു, തീർന്നു. തെറ്റോ ശരിയോ വാട്ടോ മേ ബി ഇറ്റ് ഈസ്, അത് അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതെ നിന്നത് അൻഷിതയ്ക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവിടെ എതിർക്കാൻ പോയി സാർ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അതാണ് ഇതാണെന്ന് വാദിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ്. അതുകൊണ്ട് ഇന്ന് ചെയ്തത് നല്ല പരിപാടി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ലതാണ്. നമ്മുടെ സാധന എതിർക്കും പോലെയും പവിത്ര എതിർക്കാൻ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എതിർക്കേണ്ട കാര്യങ്ങൾക്ക് എതിർക്കണം. പക്ഷേ ഇത് അൻഷിതയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രൊവോക്കിംഗ് മോക്കിംഗ് ഈ 2 സാധനം ഒന്ന് മാറ്റിയിട്ട് കളിയാക്കുന്ന സാധനം, പിന്നെ അവരെ വാടി നീ എന്ത് ചെയ്യോടി, വാടി നീ അടിക്കോടി, ഈ സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അൻഷിത ഈ ആഴ്ച കളിച്ചത് സൂപ്പറാണെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, മെനിഞ്ഞാന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ജാക്കിലും പറയണം സാർ ഫിസിക്കൽ ടാസ്ക് ആണ്. പിന്നെ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിടണം. ഞാൻ പവിത്രയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ അവളെ പിടിച്ചപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കേസ് വന്നപ്പോൾ എനിക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് വിളിച്ചിട്ട് പോലും വിട്ടില്ല. വിശാൽ ക്യാപ്റ്റൻ ആ സമയം അവിടെ വരണമായിരുന്നു, വന്നില്ല. അവസാനമാണ് എല്ലാവരും ഓടി വന്നത്. മഞ്ചരിയെ നടി എന്നും പറഞ്ഞുകൊണ്ട് ഈ അൻഷിത വിളിച്ചു. ആരെങ്കിലും ചോദിച്ചോ? ആരും ചോദിച്ചില്ല. അപ്പം അൻഷിത പറയാണ് നിന്റെ മേലല്ല, ഞാൻ പവിത്രയുടെ മേലായിരുന്നു. എനിക്ക് സാർ ഡേർട്ടി എന്ന് തോന്നിയ ഒരു കാര്യം പറയട്ടെ, ഇവർ 2 ടീമും കൂടി നമ്മുടെ മേലെ കളിക്കാം, നമ്മുടെ 3 പേരുടെ മേലെ കളിക്കാൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നത് എനിക്ക് അത്ര ജാക്കിന്റെ ടീമിലേക്ക് പോകണമായിരുന്നു. അവരുടെ ടീമിൽ 2-3 മുയലൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി എടുക്കാൻ ആയിരുന്നില്ലേ ബ്ലൂ ടീമിന്. എന്നിട്ട് ഈ ബ്ലൂ ടീമും യെല്ലോ ടീമും കൂടി ചേർന്ന് നമ്മുടെ ടീമിനെ ആക്രമിക്കാൻ വന്നു എന്ന് അൻഷിത പറയണം. സത്യം പറഞ്ഞ ഈ ഡയലോഗ് അൻഷിത പറഞ്ഞത് തീർന്നു. ഈ ഒരു ഒറ്റ കാരണം ഓൾറെഡി ഫസ്റ്റ് ഡേ
അൻഷിത ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്. അൻഷിത ടീമും നമ്മുടെ വിശാലിന്റെ ടീമും കൂടെ ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്. അപ്പം അവര് ഗ്രൂപ്പായിട്ട് കളിച്ചിട്ട് ആ ഫസ്റ്റ് ഡേ കളിച്ചു, ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ കളിച്ചു, എന്നിട്ട് തേർഡ് ഡേ ഇവർ കളിച്ചപ്പോൾ ഒരു രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പോയിന്റ് അൻഷിത എന്ന് എടുത്തിട്ട് സ്വന്തം കുഴി കുഴിച്ച് ചാടിയ പോലെ ആയിപ്പോയി. വിജയ് സേതുപതി വിട്ടുകൊടുക്കോ? അലക്കി. വിജയ് സേതുപതി പറയാണ് റൂൾ അങ്ങനെ ഉണ്ടായിരുന്നോ, 2 ടീം ചേർന്ന് വരരുതെന്ന്? ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആദ്യം ആരാണ് ടീം ആയത്? നിങ്ങൾ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ കുഴപ്പമില്ലായിരുന്ന നിങ്ങൾക്ക്? അപ്പൊ മഞ്ചേരി സാർ ഇവക്ക് ഹേർട്ട് ആയപ്പോഴത്തേക്കും വിട്ടിട്ട് ഞാൻ പോയതാണ്, ഇവക്ക് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടിട്ട് അവിടെ നിന്നപ്പോൾ ഇവൾ അതിനെയും വരെ ഗെയിം ആക്കി അവിടെ നിന്ന് ചാടിപ്പാനുകൊണ്ട് എഴുന്നേറ്റ് വന്നു. അപ്പോൾ വിശാൽ പറയാണ് സാർ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സാർ, ഞാൻ ഇതൊന്നും കണ്ടില്ല, എമർജൻസിക്ക് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകുമായിരുന്നു അസ് എ ഹൗസ് മേറ്റ് എന്നുള്ള ലെവലിന്. പിന്നെ ജെഫ്രിയുടെ കേസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മഞ്ചേരിയുടെ കേസിൽ പോയിട്ടുണ്ടായിരുന്നു, അവസാനമാണ് ഞാൻ ജാക്കിലിൻ്റെ കേസിൽ പോയത്. അപ്പോൾ വിജയ് സേതുപതി പലതും പല രീതിയിൽ മാനേജ് ചെയ്യണ്ടേ? അതല്ലേ ഇവിടെ വിശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാക്കിലിൻ്റെ കേസിൽ എന്തുകൊണ്ട് അവസാനം പോയി? അപ്പോൾ വിശാൽ പറയാണ് സാർ റിലീസ് ചെയ്ത് വിട് ഞാനും പറയുന്നുണ്ടായിരുന്നു. അപ്പം ജാക്കിലും പറയാണ് സാർ ഇവിടെ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഫിസിക്കൽ അറ്റാക്ക് വരുമ്പോഴത്തേക്കും വയ്യ എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ അവസാനമേ വരുള്ളൂ. അൻഷിത വിളിക്കണം, ക്യാപ്റ്റൻ ചാടി അപ്പം തന്നെ വരും എന്ന് പറയുന്നത് ജാക്കിലിന് ഭയങ്കര കഴിയും. അത് ശരിക്കും സത്യം തന്നെയാണ്. അത് വിശാൽ ഈ പറഞ്ഞ കണക്ക് അൻഷിതടുത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നതല്ല, അത് വിശാലിന് സത്യം പറഞ്ഞാൽ അടുത്ത കോംബോ പിടിക്കണം. ആര് പോയി? തർഷിക പോയി. ഇനി ആ അൻഷിതയെ കൂടെ കുഴിയിൽ വീഴ്ത്തണം. തർഷികയെ കുഴിയിൽ വീഴ്ത്തി കുഴി മൂടി, ഇനി അൻഷിതയെ കൂടെ വീഴ്ത്തി ആ കൊച്ചിനെയും കൂടെ അടിച്ചിറക്കണം. അതാണ് വിശാലിന്റെ ലക്ഷ്യം. ദെൻ അത് കഴിഞ്ഞ് അപ്പം അൻഷിത പറയാണ് സാർ എന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ചേരി എന്നെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഞാൻ ശ്വാസം വിട്ടിട്ടാണ് സാർ ഞാൻ തിരിച്ചു വന്നത്. അതെന്തിന് നിങ്ങളെ ആ സമയത്ത് അവിടെ വിട്ടിട്ട് നിങ്ങൾ എന്തിന് വീണ്ടും അന്നേരം തിരിച്ചു വന്നു? അപ്പോൾ അത് സാർ ഞാൻ ശ്വാസം വിട്ടിട്ടാണ് ഞാൻ സാർ വന്നത് എന്നുള്ള കാര്യം അൻഷിത പറയുന്നു. അൻഷിത ഇതാണ് ഇത്തിരി ഒരു കടുപ്പിച്ച് പറയുന്നത്. അതോടുകൂടി അൻഷിത നിർത്തുന്നു. കാരണം ഞാൻ ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാൻ പോണില്ല, ഞാൻ മിണ്ടാതെ എനിക്ക് കേട്ടോണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അൻഷിത മനസ്സിലാക്കി അത് നല്ല കാര്യം, അത് കേട്ടോണ്ട് അൻഷിത മിണ്ടാതിരുന്നു. അപ്പോൾ വിജയ് സേതുപതി പറയുന്നത് വേറെ ആൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പം, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യായം. നിന്റെ സ്ഥാനത്ത് മഞ്ചേരി ആയിരുന്നെങ്കിലോ, മഞ്ചേരിക്ക് വേദന വന്നപ്പോൾ നീ വെറുതെ വിട്ടു, അപ്പോൾ അതിനെയും ഗെയിം ആക്കി മാറ്റി കഴിഞ്ഞാൽ നിനക്കെന്ന് തോന്നിയേനെ? ഗെയിം നമ്മളെല്ലാവരും കാണുന്നുണ്ട് അൻഷിത. നിങ്ങളുടെ ഞാൻ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന് ന്യായത്തിന് മുകളിൽ ന്യായം പറയുന്നത് എന്ത് ശരിയാണ്? ന്യായം നോക്കാതെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അൻഷിത മിണ്ടാതെ ഒരുമാതിരി ഇരിക്കുന്നു. അപ്പൊ വിജയ് സേതുപതി ഒരുമാതിരി ഒരു ഫേസ് എക്സ്പ്രഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ വിജയ് സേതുപതിക്ക് മനസ്സിലാവുന്നു എന്നെ മനസ്സിൽ ചിത്ത വിളിക്കുകയാണ് എന്നുള്ളൊരു ഇത് തോന്നിക്കാണ്. വിജയ് സേതുപതി പറഞ്ഞു അൻഷിത എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, ഒരുമാതിരി ന്യായം നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും തട്ടിക്കയറി അങ്ങ് നിർത്തി ആ ടോപ്പിക്ക് അങ്ങ് നിർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെയും മുത്തു പറയാണ് സാർ നമ്മൾ ആദ്യം റൂള് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ടാസ്ക് നടക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്തെന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ വിജയ് സേതുപതി അൻഷിത പിന്നെ എന്തിനാണ് നിങ്ങൾ അത് അങ്ങനെ ചെയ്തത്? തന്നെ നിങ്ങൾ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ സാർ അതെ സാർ ഞാൻ ചെയ്തു. വിജയ് സേതുപതി ഇത് ഒരു പുതിയ അൻഷിതയാണ്, എവിടെ എന്താ അൻഷിത മനസ്സിലാക്കണ്ടേ, റിയലൈസ് ചെയ്യണ്ടേ അൻഷിത എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേറെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ കാര്യം നോക്കണ്ടേ? എന്താ സൗന്ദര്യക്കൊന്നും പറയാനില്ലേ? സൗന്ദര്യ പറയുന്നത് സാർ എനിക്കൊന്നും പറയാനില്ല സാർ, ഞാൻ തുടക്കത്തിലേ തന്നെ ഔട്ടായി പോയതാണ്, എനിക്കൊന്നുമേ മിണ്ടാനില്ല. പിന്നെ അപ്പം എന്തെങ്കിലും പറയും, എന്താ അവിടെ ഡേർട്ടി ആയിട്ട് തോന്നിയില്ല. അപ്പം മുത്തും മഞ്ചരിയും കൂടെ യെല്ലോ ടീമിനെ തോൽപ്പിക്കാനായിട്ട് പോയി. യെല്ലോ ടീമിനെ തോൽപ്പിക്കാൻ പൊയ്ക്കൂടായിരുന്ന ഇവരെന്തിനാണ് ആ പിങ്ക് ടീമിന്റെ മണ്ടയിലോട്ട് പോയത് എന്നിങ്ങനെ സൗന്ദര്യം ചോദിക്കാറ്. അപ്പോഴത്തെ വിജയ് സേതുപതി എന്ത് യെല്ലോ ടീമിൻ്റെ അടുത്ത് നിനക്ക് വല്ല ശത്രുതയുണ്ടാ എന്നിങ്ങനെ ചോദിക്കുന്നു. സൗന്ദര്യം അണയുന്നു. സാധാരണ നമുക്കറിയാം, സാധാരണ സൗന്ദര്യം എഴുന്നേക്കാണ് ഭയങ്കര കയ്യടി അപ്ലോസ് ഒക്കെ കിട്ടുന്നത്. ഇന്ന് ഒന്നും കിട്ടിയില്ല. കാരണം സൗന്ദര്യക്ക് ഈ ആഴ്ച കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് ആരോടും വിശാലും കൊടുത്തില്ല. അവരുടെ ടീമിനകത്ത് തന്നെ നിന്നുകൊണ്ട് അവരായിട്ട് പണിയാണ് അവിടെ ചെയ്തത്. അപ്പം മഞ്ചേരി പറയണം സാർ എന്തെങ്കിലും ഒരു കാര്യം നടക്കും, സോറി പറയും തീരും, സോറി പറയും തീരും. ഇതാണ് അൻഷിത അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മുത്ത് പറയണം സാർ അരുണിന് വയ്യാതിരുന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി അരുണിനെ നോക്കാൻ പോയിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ ഗെയിം പോസ് ചെയ്യുന്നു. എന്നിട്ട് വരെ സൗന്ദര്യം അപ്പം വന്ന് ചവിട്ടി കിട്ടും. നമ്മുടേത് വന്ന് 2 കട്ട എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, വന്ന് ചവിട്ടി ഇട്ടിട്ട് ഇങ്ങനെ എന്നെ എടുത്ത് കാണിക്കുകയും ചെയ്തു. അപ്പം നിൽക്കണം, പോസ്റ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യം പറഞ്ഞു എനിക്ക് അന്നേരം അത് തോന്നി സാർ, അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബ്രേക്ക് പറഞ്ഞ് വിജയ് സേതുപതി പോകുന്നു. അൻഷിതയ്ക്കും ജെഫ്രിക്കും ആണല്ലോ കണക്കിന് കിട്ടി, അവരൊരുമാതിരി വിഷമിച്ചിരിക്കുകയാണ്. ജെഫ്രി അങ്ങ് പടമായി തീർന്നു പോയി. ജെഫ്രി ഇനി എനിക്ക് തോന്നുന്നു ജെഫ്രി ഇനി അടുത്ത ആഴ്ച വേറെ ചാടുമായിരിക്കും. കാരണം ജെഫ്രിക്ക് വേറെ വഴിയില്ല. കാരണം ജെഫ്രി അമ്മാതിരി നെഗറ്റീവ് ആണെന്നുള്ള കാര്യം വിജയ് സേതുപതി ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുത്തു ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ മുത്തു പറഞ്ഞു ഇനി അടുത്ത് എനിക്കുള്ളതാണ് വരുന്നത്, ഏത് ഞാൻ ക്യാപ്റ്റൻസി തോലച്ചേന് എന്നൊക്കെ പറയുന്നു. വിജയ് സേതുപതി വരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ പലരുടെയും ടീം പ്ലാൻ? അപ്പോൾ ജാക്കിലും പറയണേ പിങ്ക് കോട്ട നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരുണും വിശാലും ജെഫ്രിയും കൂടി എന്ത് ചെയ്യുന്നു? ആദ്യം പിങ്കിന് നേരെ വരുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. റെഡ് ഔട്ട് ആവും നമുക്ക് തുടക്കത്തിലേ തന്നെ അറിയായിരുന്നു. റെഡ് ആരൊക്കെ? അരുണും വിശാലും
സൗന്ദര്യം. കാരണം അവർ സ്വന്തമായിട്ട് ഒന്നുമേ പണിയുന്നില്ല. അവരുടേത് കൂടി എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? പിങ്കിന് കൊടുത്തു. ബ്ലൂവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 6 പേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. ആരൊക്കെ? അൻഷിത, പവിത്ര, ജെഫ്രി, വിശാല്, പിന്നെ അരുണ്, സൗന്ദര്യം. ഇവർ 6 പേരും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നത്. ഇവർ 6 പേരുടെ ഒരുമിച്ചാണ് ബ്ലൂവിനെതിരെ നിന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിങ്കിനെതിരെ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അവസാനം റെഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കല്ല് മൊത്തം ആർക്ക് കൊണ്ട് കൊടുത്തു? പിങ്കിന് കൊണ്ട് കൊടുത്തു. ഭയങ്കര ത്യാഗികളായി. അപ്പൊ ആരോട് പറയണം? സാർ, അത് ഓൾറെഡി നമ്മൾ ഡിഫെൻഡ് ചെയ്യാമെന്ന് കരുതി. കാരണം ഔട്ട് ആയതിനു ശേഷം നമ്മുടെ ബൊമ്മ ടാസ്കിൽ പണ്ട് നടന്നതുപോലെ ഔട്ട് ആയവർക്ക് വേറെ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോയി? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ചുകൂടെ? സാർ, നമ്മളൊരു ഡിഫെൻഡിങ് പവറിന് വേണ്ടിയിട്ടാണ് അന്നേരം പോയത്. ഒന്നാകാൻ ഇവർ 2 ടീമും കൂടെ ഒന്നാകാൻ പോവാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ടീമിനോട് ചേരാൻ പോയത്. അപ്പോൾ വിജയസേതി, എങ്ങനെ കണ്ടെത്തി ഇവർ ഒന്നാവാൻ പോവാണെന്ന്, വലിയ കാര്യമാണല്ലോ അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം പറഞ്ഞു, സാർ, എന്നെ പറ്റി ഇവർ ആരുമേ വിചാരിച്ചില്ല സാർ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ കട്ട പറക്കി അടുക്കിക്കൊണ്ടത് സാർ. ഇവർ ആ കാര്യമേ ചിന്തിച്ചില്ല സാർ. സൗന്ദര്യം പറയുന്നത് ശരിയാണ്. കാരണം സൗന്ദര്യ കട്ട നമ്മൾ കണ്ടോണ്ട് സൗന്ദര്യം കഷ്ടപ്പെട്ട് കട്ട എടുക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അരുണും വിശാലുമാണ് അവരുടെ ഗെയിമിനെ തന്നെ തോപ്പിച്ചത്, ആ ടീമിനെ തന്നെ തോപ്പിച്ചത്. അപ്പോൾ വിജയ് സേവതി, സൗന്ദര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എനിക്കറിയാം. സൗന്ദര്യം തനിയെ ഒരു എപ്പിസോഡ് കൊണ്ടുപോകുന്ന ആളല്ലേ, സൗന്ദര്യം എവിടെ പെട്ടുപോയതല്ലേ എന്നിങ്ങനെ പറയാണ്. കാരണം സൗന്ദര്യം ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷെ സൗന്ദര്യയുടെ ഗുണം വെച്ച് സൗന്ദര്യം നല്ല 4 പള്ളു വിളിക്കാനുള്ളതാണ്. നീ എന്താടാ എനിക്ക് എന്റെ ടീമിൽ വന്നിട്ട് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു ആട്ടാനുള്ള സൗന്ദര്യമാണ്. സൗന്ദര്യം എന്തോ ഈ ആഴ്ച ഭയങ്കര സൈലന്റ് ആയി പോയി. അങ്ങനെ എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞതിന് ശേഷം വിശാൽ പറയണം, സാർ, ആദ്യം നമ്മൾ ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചില്ല. പക്ഷെ പിന്നീടാണ്. അപ്പൊ സൗന്ദര്യം പറയണം, സാർ, അല്ല സാർ, ഇവന്മാർ പിങ്കിന് വേണ്ടി തന്നെയാണ് സാർ കളിച്ചത്. അപ്പൊ ജാക്ലിൻ, സാർ, ഫസ്റ്റ് ഇവരെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇവർ പിങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര്, റാണവും മഞ്ജരിയും കൂടി അങ്ങോട്ട് പോയപ്പം ഇവരെ തടുക്കാൻ വേണ്ടിയിട്ട് ജെഫ്രി മാത്രമല്ല, ജെഫ്രിയുടെ കൂടെ ആര് നിന്നു? അരുണും വിശാലും എല്ലാം കൂടെ നിന്നു. അപ്പൊ അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അരുൺ പറഞ്ഞു, സാർ, നല്ലോണമാണ് കളിച്ചത് നമ്മള്. മഞ്ജരി എടുത്തോണ്ട് പോയി കട്ട ഇറക്കി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും 2 കല്ല് ഞാൻ അവിടെ നിന്ന് മഞ്ജരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ റാണവ് വന്നിട്ട് എന്റെ കല്ല് 2 എടുത്തോണ്ട് പോയത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പൊ റാണവ് എന്ത് ചെയ്തു? റാണവ് നമ്മളിങ്ങനെ അടിക്കാൻ വരുമ്പോൾ വന്നു എന്നെയും വിശാലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ നമ്മളെ ഇടയ്ക്ക് വെച്ച് എയറിലായിപ്പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വഴക്കാവും എന്ന് പറഞ്ഞത്. അപ്പൊ ജെഫ്രി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പൊന്ന് സാറേ ഞാൻ യവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. കല്ലെടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ലാതെ ഞാൻ സപ്പോർട്ടിന് ഇവരെ വിളിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് സോഫ്റ്റ് കൗണ്ടർ കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി, എനിക്ക് വേണ്ടത്. അപ്പോൾ ആരും പറയണം, സാർ, ഇവർ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ആ സോഫ്റ്റ് കൗണ്ടർ കാണിച്ചത്. അപ്പോൾ സൗന്ദര്യ, സാർ, ഞാൻ കോട്ട കെട്ടാൻ അവരെ വിളിച്ചു, ഇവർ വന്നില്ല. അപ്പോഴത്തേക്ക് മുത്തു, സാർ, റെഡ് പിങ്കിന് വേണ്ടിയാണ് കളിച്ചത്, അവിടെ വോളണ്ടറിങ് ചെയ്തുകൊണ്ടിരുന്നത് പിങ്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരുൺ പറയുന്നത്, സാർ, അത് ആക്ച്വലി അരുൺ കിടന്നങ്ങ് ഉരുണ്ട് മറിയുന്നത് ഭയങ്കരമായ മറിച്ചിലാണ്. അരുൺ പറയുന്നത്, സാർ, അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു നെക്സ്റ്റ് റൗണ്ടോട് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് കല്ലുള്ള ആൾ ഔട്ട് ആവുന്നത്. അപ്പം എല്ലാവർക്കും 40 കല്ലിന് മുകളിൽ പോയി, നമുക്കാണെങ്കിൽ 10-15 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കളിക്കാത്തത്. അതാണ് കാര്യം. അതാണ് ഓക്കെ, സെറ്റ് എല്ലാവർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അരുൺ അങ്ങ് മെഴുകുന്നു. അപ്പോൾ സൗന്ദര്യ, അല്ല സാർ, 2 റൗണ്ടിന് ശേഷമേ പറയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അപ്പം തന്നെ വിശാൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്ല് പിങ്കിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. കോട്ടയ്ക്ക് വേണ്ടി ഇവർ കളിച്ചിട്ടില്ല. നമ്മളെ കോട്ട കെട്ടാൻ വേണ്ടി ഇവർ കളിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല സാർ, എനിക്ക് പറ്റിയുമില്ല. അപ്പം ജാക്ലിൻ, സാർ, ഇവർ ബ്ലൂ അറ്റാക്ക് ചെയ്തിട്ട് ആ കല്ലുകൾ എടുത്തുകൊണ്ട് പോയി പിങ്കിനാണ് കൊടുത്തത്. അത് അവർ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അവരുടെ ടീം അവർക്ക് രക്ഷിക്കായിരുന്നു. അതുപോലെ അവർ ചെയ്തിട്ടില്ല. അത് കറക്റ്റ് കാര്യമാണ് ജാക്ക് പറഞ്ഞത്. അപ്പോഴത്തേക്കും വിജയ് സേവതി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യേണ്ട ഗെയിമിനെ അവർ തൊലച്ചു. ആര്? റെഡ് ടീം. റെഡ് ടീം എന്ന് പറയുന്നുണ്ടെങ്കിലും വിശാലിനെയും അരുണിനെയും പറയുന്നുള്ള, സൗന്ദര്യം പറയുന്നില്ല, അവർ തൊലച്ചു. 3 പേരും കൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാനുള്ളതായിരുന്നു. കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രമാണ് നിങ്ങൾ എല്ലാവരും, അത് ഒരാളെന്നല്ല എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ ആഴ്ചയും ഇത് തന്നെ ഞാൻ വന്ന് പറയും, വീണ്ടും നിങ്ങൾ തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ മാറി എല്ലാവരുടെയും കൂടെ നിന്ന് കളിക്കുക. ഒരേ ടീമിൻ്റെ കൂടെ തന്നെ നിന്ന് കളിക്കാതെ അൻഷിത, പവിത്ര, ജെഫ്രി, മഞ്ജരി, മുത്തു ഒക്കെ കളിച്ചു, സൂപ്പറായിരുന്നു. ജാക്ലിനും കളിച്ചു. നിങ്ങളുടെ ടീമിനകത്ത് പറയാൻ മാത്രം ഒന്നുമില്ല വിശാലെ, ഒന്നുമില്ല അരുണെ, സൗന്ദര്യെ ഞാനൊന്നും പറയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയ് സേതുപതി അടുത്ത ബ്രേക്ക് കഴിഞ്ഞു വന്നിട്ട്, ഇവിടെ ചിലർക്കൊക്കെ ഇന്ന സ്ട്രാറ്റജികളുണ്ട്, ഇതൊരു നിഗൂഢ തന്ത്രമായിട്ട് അവർ വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്ന സാധനം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് ജെഫ്രി പൊളിയുന്നത്.
സൗന്ദര്യം പറയുന്നത് അത് മുത്തുവിനാണ്. കാരണം ബാക്കിയുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് സ്വന്തം തെറ്റുകൾ മറച്ചു പിടിച്ച് അതെല്ലാം ഇങ്ങനെ പെച്ചിത്തരമയാക്കി കൊണ്ടുവരുന്നതാണ് മുത്തുവിന്റെ സ്ട്രാറ്റജി. അപ്പൊ പവിത്ര പറയുന്നത് മുത്തുവാണ്, പക്ഷെ മുത്തു കളിക്കുന്നതൊക്കെ സ്ട്രൈറ്റ് ആണ്, പക്ഷെ പല കാര്യങ്ങളും മുത്തു നേരിട്ടും അവന് ശരിയും തെറ്റുമൊക്കെ അറിയാം. മഞ്ജരി പറയുന്നത് വിശാലാണ് സാർ, വിശാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നിന്നുകൊണ്ട് വേറൊരാളെ മുന്നിൽ നിർത്തി ചാവേറാക്കി വിശാൽ കളിക്കും. അപ്പൊ രഞ്ജിത്ത് പറയുന്നത് സാർ മുത്തുവാണ്, തന്ത്രമാണവൻ, അനുഭവം വെച്ച് കളിക്കും, ഫുൾ ടൈം ചിന്തിക്കും, എന്തെങ്കിലും ഒരു തെറ്റിന് വേണ്ടി കാത്തിരിക്കുള്ള പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ ജാക്കലിൻ പറയുന്നത് സാർ അൻഷിതയാണ്, കാരണം എല്ലാവരുടെ അടുത്ത് അൻഷിത എന്ത് ചെയ്യും, സ്നേഹം കാണിച്ച് നിൽക്കും. അവസാനം അഡ്രിനൽ റഷ് കാരണം അൻഷിതയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. എന്നിട്ട് വീണ്ടും അയ്യോ എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് ഞാൻ പ്ലേറ്റ് തിരിച്ച് മറിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ ആ സ്നേഹം കാണിക്കും. എന്നിട്ട് കുറേ പേരെ കൂടെ നിർത്തി കളിക്കും. അപ്പം അയ്യോ നോക്കട്ടെ അവൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ദേഷ്യ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് അങ്ങനെ കാണിച്ചു, അവൾ പാവോണ്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻഷിത നല്ല ജമഞ്ഞാണ് കളിക്കുന്നത് എന്ന് ജാക്കലിൻ പറയാണ്. അപ്പൊ ദീപക് പറയുന്നു റാണവാണ് സാർ, കാരണം ചില കാര്യങ്ങൾ ചെയ്യുന്നത് അവനെ തന്നെ പ്രശ്നമാക്കാറുണ്ട്. വിശാൽ സാർ ജാക്കലിനാണ്, ഓരോ വീക്കിലും ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് സ്ട്രാറ്റജിയാക്കി മാറ്റിയാണ് ജാക്കലിൻ കളിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയണത്. അപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു സാധനം മെയിൻലി ജാക്കലിനെ ഈ പേരിൽ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ മെയിനായിട്ട് സൗന്ദര്യമാണ്. കാരണം സൗന്ദര്യം ജാക്കലിനോടാണ് കൂട്ട്, പക്ഷെ സൗന്ദര്യം ഇപ്പം അടിച്ചിറക്കിയതുകൊണ്ടാണ് ജാക്കലിൻ പോയിട്ട് തിരുവാരത്ത് കിടക്കും കണക്ക് പലയിടത്തും പോയി കിടക്കുന്നത്. പക്ഷേ ഇത് ബാക്കിയുള്ളവർ നോക്കുന്നത് എങ്ങനെയാണ്, ജാക്കലിൻ കളഞ്ഞിട്ട് പോയെന്നാണ്, സൗന്ദര്യയുടെ മിടുക്കാണ്, സൗന്ദര്യം എല്ലായിടത്തും ഏഷ്യൻ കയറ്റി കൊടുക്കുന്നത്, അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് അൻഷിത പറഞ്ഞു സാർ ജാക്കലിനാണ്, കാരണം ചെറിയ കാര്യങ്ങൾ അത് ഒരു വേർഡ് പിടിച്ചുകൊണ്ട് അതിനെ വലിയ പ്രശ്നമാക്കി 50 തവണ അത് പറഞ്ഞുകൊണ്ട് ഞാനാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വാദിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഓരോ വീക്കും ഓരോ ഫ്രണ്ട്ഷിപ്പ് മാറ്റി ഇങ്ങനെ തട്ടിയാണ് ഈ ജാക്കലിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദീപക്കിനെ ഇഷ്ടമാണ്, ദീപക്കണ്ണനെ ഞാനിപ്പം കൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച അങ്ങനെ തള്ളി നീക്കി ഓരോ ആഴ്ച ഓരോന്നാണ്. അപ്പം റയ്യാനാണ് ഇതിനകത്ത്, റയ്യാൻ്റെ ഇത് വരുന്നത്. അപ്പം റയ്യാൻ പറയുന്നു ജെഫ്രി, അതാണ് കറക്റ്റ് പോയിന്റ്. ജെഫ്രി പറയുന്നുണ്ട് സാർ ജെഫ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ്രിക്ക് ഇവിടെ ആരും ശത്രുക്കളില്ല, ജെഫ്രിക്ക് ഇവിടെ ആരും വില്ലനല്ല, ജെഫ്രി ഇല്ലാത്ത സ്നേഹം കാണിക്കുന്നു. സാറ് വന്നിവിടെ പറയുന്നത് കേട്ടിട്ട് ഓൺ ദ സ്പോട്ട് ജെഫ്രി കാല് മാറും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഗോവ ഗ്യാങ്ങിൽ വന്ന് നിന്നിട്ട് കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞു ടീമായിട്ട് നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് നിങ്ങളുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, ഉടനെ തന്നെ കളം മാറ്റി ചവിട്ടി ഒരാളുടെ പവിത്രയുടെ കൂടെ പോയി, പിന്നെ കുറച്ച് കഴിയുന്നു അൻഷിതയുടെ കൂടെ പോയി. അപ്പം ഇതാണ് ജെഫ്രിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ജാക്കലിൻ അതെ സാർ, ആ സംഭവത്തിന് ശേഷം പിന്നെ പവിത്രയുടെ കൂടെയായി, അവിടെ നൻഷിതയുടെ കൂടെയായി, ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിന്റെ കൂടെയാവും, പിന്നെ എൻ്റെ അടുത്ത് വരെ ഷിഫ്റ്റ് മാതിരി ഇപ്പം രഞ്ജിത്തണ്ണൻ്റെ കൂടെയാണ്. അങ്ങനെ പല ടൈപ്പാണ് ഇവൻ കാണിക്കുന്ന വേല എന്നുള്ള കാര്യം പറയാണ്. അപ്പം തന്നെ ജെഫ്രിക്ക് പൊളിഞ്ഞ് വാരി ജെഫ്രി തൊലഞ്ഞ്. അപ്പം റാണവ സാർ സൗന്ദര്യമാണ്, ചില കാര്യങ്ങൾ അഫൻഡിങ് മോഡിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം കലിപ്പിക്കാനായിട്ട് ക്യൂട്ട് മോഡിലാണ് അങ്ങോട്ട് മാറ്റിയിട്ട് അതിനെ സ്ട്രാറ്റജിയാക്കി മാറ്റും. അപ്പം മുത്തു സാർ ജെഫ്രിയാണ്, ജെഫ്രിയുടെ ആരെങ്കിലും ഒരു കാര്യം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോയി മറ്റൊരിടത്തോട്ട് ചേരും, അതാണ് ജെഫ്രിയുടെ കോണം എന്ന് പറയുന്നു. ജെഫ്രി എഴുന്നേക്ക് ചോദിക്കട്ടെ നിന്റെ അടുത്ത്. അപ്പം ജെഫ്രി സാർ വേണ്ട, എനിക്കൊന്നും നിന്റെ ചോദിക്കാനില്ല പൊന്നെ, ഒന്നും പറയാനില്ല, അവിടെ ഇരി എന്ന് ജെഫ്രി ഇരുത്തിയിട്ട് ബാബായി പറഞ്ഞ് ആര് പോകുന്നു, വിജയ് സേതുപതി പോകുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം. ജെഫ്രിക്ക് കണക്കിന് കിട്ടി, അൻഷിതയ്ക്ക് കണക്കിന് കിട്ടി, അരുണിന് കണക്കിന് കിട്ടി. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ബാക്കി കളിച്ചവർക്കൊക്കെ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പവിത്രയ്ക്ക് ഉൾപ്പെടെ. പക്ഷെ ജെഫ്രിക്ക് കുറച്ചും കൂടി അപ്രിസിയേഷൻ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ജെഫ്രി ഈ പറഞ്ഞ പോലെ ഒത്തിരി നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ജെഫ്രി ഒറ്റയ്ക്ക് നിന്നാണ് ഈ പറഞ്ഞ പോലെ ആ എല്ലാ മാടന്മാരെ ഒറ്റയ്ക്ക് നിന്നാണ് ഈ ജെഫ്രി തടുത്തത്. അപ്പം അതുകൊണ്ട് അതിനൊരു അപ്രിസിയേഷൻ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി, അത് കൊടുത്തില്ല. പക്ഷെ ജെഫ്രിയുടെ അഹങ്കാരവും ഡബിൾ ട്രിപ്പിൾ ബസ് സ്റ്റാൻഡ് അങ്ങ് മാറ്റിക്കൊടുത്തു. ജെഫ്രി ഓരോ ആഴ്ചയും കൂടുന്ന ജെഫ്രി ആണല്ലോ ഫസ്റ്റ് ഗോവ ഗ്യാങ്ങിൽ സത്യം പറഞ്ഞപ്പോൾ ഗോവ ഗ്യാങ് ഇല്ല, ഫസ്റ്റ് ജെഫ്രി പൊളിഞ്ഞു, രണ്ടാമത് അവിടെ നിന്ന് സൗന്ദര്യ ജാക്കലിനെ അടിച്ച് വെളിയിൽ തള്ളി, അവസാനം സൗന്ദര്യം അറിയാനും മാത്രമായി. ഇപ്പം രണ്ട് വഴിക്കാണ്, മിണ്ടും എടുക്കും, ഹായ് ബൈ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, നാളത്തെ എപ്പിസോഡിലാണ് രഞ്ജിത്ത് എവിക്റ്റ് ആവുന്നത്. ഇനി വരുന്ന ട്യൂസ്ഡേ മുതൽ അടുത്ത വാരം മുതൽ എന്താണ്, ഫാമിലി വീക്കാണ്, അതിനുശേഷം ടിക്കറ്റ് ഫിനാലെയാണ്, പിന്നെ പണപ്പെട്ടിയാണ്, പിന്നെ നമ്മുടെ എക്സ് കണ്ടസ്റ്റന്റ് റീ എൻട്രി ആണ്, അതിനുശേഷം ദ ഗ്രാൻഡ് ഫിനാലെ. വെയിറ്റിംഗ് ആണ്. നാളത്തെ റിവ്യൂ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.